തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണത്തിൽ കുറ്റം ഏറ്റുപറഞ്ഞ അമ്മാവൻ ഹരികുമാർ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലിട്ടെന്ന് സമ്മതിച്ചു. ഹരികുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. റഹീസ് റഷീദും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ദേവേന്ദുവിനെ കൊന്നത് താനാണ്, കിണറ്റിലെറിഞ്ഞത് താനാണ് എന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചോ? തുടക്കത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയ ഹരികുമാർ കുറച്ചു സമയം മുമ്പ് അന്വേഷണ സംഘത്തോട് ദേവേന്ദ്രയെ കൊലപ്പെടുത്തിയത് താനാണ് എന്ന് പോലീസിനോട് സമ്മതിച്ചു. താൻ കൊലപ്പെടുത്താൻ എന്താണ് കാരണമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ കാരണങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. 2-3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ് എന്നതിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് പോലീസ് പറയുന്നു. കുറ്റം പ്രതി ഏറ്റു പറഞ്ഞെങ്കിൽ പോലും പോലീസ് അക്കാര്യത്തിൽ ഉറപ്പിക്കുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് ഇത് മറ്റാരെങ്കിലും രക്ഷിക്കാൻ, പ്രത്യേകിച്ച് സഹോദരിയെ മറ്റു രക്ഷിക്കാൻ വേണ്ടി ഹരികുമാർ കുറ്റം ഏറ്റെടുക്കുന്നതാണോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഹരികുമാർ പറഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് റൂമിനകത്തോ വീടിനകത്തോ വെച്ചല്ല, ജീവനോടെ ദേവേന്ദുവെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്ന മൊഴിയാണ് ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കാരണം 2-3 കാരണങ്ങൾ പറഞ്ഞു എന്ന് പോലീസ് പറയുന്നു. അത് മാധ്യമങ്ങളോട് പറയാറായിട്ടില്ല. കാരണം അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഈ കേസിൽ ഇതുവരെ ഉള്ള ഒരു അപ്ഡേഷൻ അനുസരിച്ച് ഈ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ദേവേന്ദുവിൻ്റെ അമ്മയുടെ സഹോദരനായ ഹരികുമാറാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഏതാണ്ട് വരുന്നു.